യുവമോർച്ച ഈ നവകേരള സദസ്സിലേക്ക് നടത്തിയ മാർച്ചയൊക്കെ അവിടെ രക്ഷാപ്രവർത്തന സേനയും അതേപോലെ തന്നെ മറ്റ് പോലീസ് സേനയും അതേപോലെ തന്നെ ഗൺമാന്മാരും ഒക്കെ ഉള്ള സ്ഥലത്ത് തന്നെയാണ് യുവമോർച്ച. ഇപ്പോൾ കോഴിക്കോട്ടായാലും അതുപോലെ തന്നെ തൃശ്ശൂരിലായാലും എറണാകുളത്തായാലും പെരുമ്പാവൂരിലായാലും ഇന്നലെ നമ്മുടെ പത്തനംതിട്ടയിലായാലും ഒക്കെ യുവമോർച്ചയൊക്കെ ഈ സമരം നടത്തിയത്. ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും, യാതൊരുവിധ സംശയവും ഇല്ല. അത് അങ്ങനെ രക്ഷാപ്രവർത്തന ആളുകൾക്ക് മേയാനുള്ള ആളുകളല്ല ഞങ്ങൾ എന്ന കാര്യം അവരോട് ഞങ്ങൾ ആദ്യമേ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് യാതൊരുവിധ സംശയവുമില്ല. പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാർ ഈ സമരം നടത്തുന്നത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പലപ്പോഴും ഞാൻ അവരുടെ ജനാധിപത്യ സമരങ്ങളൊന്നും ഞാൻ അവർ കാണിക്കുന്നതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ അവരെന്തിനാണ് സമരം ചെയ്യുന്നത്? പിണറായി വിജയൻ ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് നവകേരള സദസ്സിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും അദ്ദേഹം പറയുന്നത് നരേന്ദ്രമോദിക്കെതിരായിട്ടാണ്, നരേന്ദ്രമോദിയുടെ സർക്കാരിനെതിരായിട്ടാണ്, അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കെതിരായിട്ടാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ട് എന്തായാലും പിണറായി വിജയൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരുമോ വരില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്താ പറയുക, അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം പിണറായി വിജയൻ അങ്ങനെ ഒരു ഇതിനെത്തില്ല എന്ന്. പിണറായി വിജയന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? ആരെ മാറ്റിയിട്ടാണ്? നരേന്ദ്രമോദിയെ മാറ്റിയിട്ട് ആരെ പ്രധാനമന്ത്രി ആക്കണം? ആരെ പ്രധാനമന്ത്രി ആക്കണം എന്നാണ് ഈ പിണറായി വിജയൻ പറയുന്നത്? രാഹുൽ ഗാന്ധിയെ അല്ലേ? വേറെ ആരെയും അല്ലല്ലോ. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടല്ല ഈ നവകേരള സദസ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നവകേരള സദസ്സിലേക്ക് ഇവരെന്തിനാണ് മാർച്ച് നടത്തുന്നത്? എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇവരുടെ എന്താ പറയുക, ഇവരുടെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ തല അടിച്ച് പൊളിച്ചതിനുള്ള പ്രതിഷേധമായിട്ടാണ് ഒക്കെ. അല്ലാതെ ഇവരുടെ ഈ മുദ്രാവാക്യം എന്താണ്? ഈ നവകേരള സദസ്സിന് ഈ പറ്റുന്നില്ലെങ്കിൽ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ഞാൻ പറയട്ടെ അദ്ദേഹത്തിന് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതായത് താങ്കളേക്ക് തന്നെ മടങ്ങിയെത്താം. ഗണേഷ് ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. താങ്കളേക്ക് തന്നെ മടങ്ങിയെത്താം. ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. ഒരു ചർച്ച 2 മിനിറ്റ് തരിക, ഒന്നിനും ഉത്തരം പറയാൻ പറ്റില്ല. താങ്കളേക്ക് വരാം. താങ്കളേക്ക് തന്നെ മടങ്ങിയെത്താം. ഗണേഷ് ഒന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ. താങ്കൾക്ക് മറുപടി അവസരം ഉണ്ടാവും തീർച്ചയായും. 12 ദിവസത്തെ സമരത്തെ അസഭ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറഞ്ഞിട്ടേ പോകുന്നത്. നവകേരള സദസ്സിലേക്ക് എന്റെ അതല്ല വിഷയം. ഗവർണർ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് താങ്കൾക്ക് അവസരം തരും, ഒരു സംശയം വേണ്ട. നിങ്ങൾ ആ വിഷയം പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ വിഷയം പറഞ്ഞത്. അല്ലല്ല, ഈ ഇന്നത്തെ വിഷയത്തിന്റെ ശ്രദ്ധ മുഴുവൻ തിരിക്കുന്ന രീതിയിൽ ഈ ചർച്ചയെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് ഗണേശ് CPM-ന് വേണ്ടി വന്നതാണോ? CPM-ന്റെ ഔദ്യോഗിക പ്രതിനിധി ഇല്ലാത്തതുകൊണ്ട് വിഷയം എന്താണെന്നറിയാതെ ചർച്ചയ്ക്ക് വരുന്നവരൊക്കെ ഇവിടുന്ന് BJP എങ്ങനെ CPM-ന് വേണ്ടിയിട്ടാണോ കോൺഗ്രസിന് വേണ്ടിയിട്ടാണോ BJP ആണോ വേണ്ടി? വിഷയം നിങ്ങൾ ഈ സമരം ഇട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. താങ്കൾ തന്നെയാണ് നവകേരള സദസ്സിലേക്ക് നടത്തുന്ന മാർച്ചിനെ പറ്റി പരാമർശിച്ച് താങ്കൾ തന്നെയാണ് അതിന്റെ മറുപടിയാണ് ഗണേഷ് പറഞ്ഞത്. താങ്കൾക്ക് മറുപടി പറയാം. കേരള സദസ്സിലേക്ക് നടത്തിയ സമരം നടത്തിയപ്പോൾ നിങ്ങളുടെ സമരത്തെ എന്താണെന്നാ ചോദിച്ചത്? അല്ല, പറയാമെന്നേ. സമയം എന്താ? പറഞ്ഞുതരാം, വഴങ്ങ്. നിങ്ങളോട് തന്നെയാ ചോദിച്ചത്, അല്ലാതെ ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ പ്രവർത്തകരുടെ തല അടിച്ചു പൊളിച്ചതിന്റെ പേരിലാണ് ഈ സമരം നടത്തുന്നതെങ്കിലും ഓക്കെ. കാരണം നവകേരള സദസ്സിൽ എല്ലായിടത്തും ഞാൻ കേട്ട പ്രസംഗത്തിൽ എല്ലായിടത്തും നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ആ സർക്കാരിനെതിരെയാണ് പറയുന്നത്. ആ സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ രാഹുൽ ഗാന്ധിക്കെതിരെ എവിടെയോ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ എവിടെയോ പറയുന്നത് ഞാൻ കേട്ടില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്.